പിന്നെ ഞങ്ങളത് ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് എല്ലാവർക്കും വിശന്നിട്ടൊരു വിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഫേവറേറ്റ് ബിരിയാണി തന്നെയാണ്. അപ്പോൾ ബിരിയാണി പറഞ്ഞു. അങ്ങനെ ബിരിയാണിയൊക്കെ എത്തി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വനിഷയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അവൾക്കാണെങ്കിൽ അടിയിൽ മസാല ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ മേലത്തെ ഞാൻ ഇട്ടാൽ പിന്നെ ആകെ മസാല കൊണ്ട് കുളിച്ചിട്ട് ആകെ ഇതാവും. കുളിക്കുക എന്ന് പറഞ്ഞാൽ മസാല ആകെ മിക്സാവും. അപ്പോൾ ആദ്യം തന്നെ അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് ഞാൻ എടുത്തത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. നേരെ HNC പോയി. HNC പോയപ്പോൾ കുറച്ച് ബുക്കുകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ചേച്ചിയുടെ മോൾക്ക്. അപ്പോൾ അതൊക്കെ എടുത്തു. അവിടുന്ന് നേരെ പുതിയ ബസ് സ്റ്റാൻഡ് കുന്നംകുളത്ത്. അവിടെ വന്നിട്ട് നല്ലൊരു ചായ കുടിച്ചു. സൂപ്പർ ചായയാണ് കേട്ടോ. നിങ്ങൾ കുടിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കട ഇതിൽ കാണിക്കുന്നുണ്ട്. ചേച്ചി വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ചായ കുടിക്കുമ്പോൾ ഞാൻ എന്തോ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പിന്നെ അതാ പിള്ളേർ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ചായ വേണ്ട, ഐസ്ക്രീം മതി പറഞ്ഞു. അപ്പോൾ അവർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തു. പിന്നെ അത് ഞങ്ങൾ കടിയൊന്നും വാങ്ങിയില്ല കേട്ടോ. കടിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ബിരിയാണി കഴിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ കടി വാങ്ങിയില്ല. ഇവരെന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയിട്ട് ആസ്വദിച്ച് ചായ കുടിക്കാൻ കേട്ടോ. എനിക്ക് ആസ്വദിച്ച് ചായ കുടിച്ചാലാണ് ചായ കുടിച്ചാൽ ഒരു ഫീല് കിട്ടുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ? എനിക്ക് മാത്രം ആവില്ല, മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാവും. ഇതായിരുന്നു കേട്ടോ കട. അപ്പോൾ ഞാനത് അങ്ങനെ കസേര അവിടെ ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ബസ്സിനെ കാണാനും ഇല്ല. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കുമായിരുന്നു ബസ് വരാനായില്ലേ, സമയം എന്തായി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നേരെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ വീട്ടിൽ പോവുക. ഓക്കെ ഗേസ്, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.